ഞാൻ ഒന്നുകൂടി ജയ്ക്കിലേക്ക് പോകുന്നു. ജയ്ക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നുണ്ട്. അബിൻ പറഞ്ഞതിന് മറുപടി താങ്കൾക്ക് പറയാം. അതോടൊപ്പം ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നത് ഇങ്ങനെയാണ്: 13-ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദം നൽകിയിരിക്കുന്നു, ഗൂഢാലോചനയിൽ പങ്കാളിയായിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റിപ്പോർട്ടിൽ പറയുന്നത്. ഈ റിപ്പോർട്ട് വായിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിനെ നമുക്കതിൽ രക്ഷപ്പെടുത്താൻ കഴിയില്ല. ദേവസ്വം ബോർഡിന് ഇതേ കാര്യം തന്നെയാണ് പത്മകുമാറിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. പത്മകുമാർ ഈ കൈപ്പടയിൽ അത് സ്വർണ്ണപ്പാളി എന്നുള്ളത് അല്ലെങ്കിൽ ചെമ്പുപാളി എന്നെഴുതി, പിത്തളപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പുപാളി എന്ന് മാത്രമാക്കി. സ്വർണ്ണം പൂശിയ ചെമ്പുപാളി എന്ന് എഴുതിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രധാനപ്പെട്ട കുറ്റം. ബാക്കിയുള്ള ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ. ഇഡിയും ഈ കേസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും അബിൻ വർക്കിക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജയിലിൽ അഴിക്കുള്ളിലുള്ള 3 പേർ CPM-കാരാണ് എന്നതുകൊണ്ട് ആ പാരടിപ്പാട്ട് മാറ്റേണ്ട സാഹചര്യമില്ല. ആത്മവിശ്വാസത്തോടുകൂടി വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് പാടും വീണ്ടും അബിൻ വർക്കി. ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് അബിൻ. അതൊക്കെ അതെ അദ്ദേഹം ഉൾക്കൊള്ളുന്ന, ഞാനിപ്പോൾ അദ്ദേഹത്തെ വ്യക്തിപരമായി കുറ്റം പറയില്ല. കാരണം എന്താണ്, നമ്മുടെ നാട്ടിൽ പല ഉപമകളുണ്ടല്ലോ. ഈ മുട്ടാടുകളുടെ പിന്നാടെയാണല്ലോ സാധാരണഗതിയിൽ ഇളം പ്രായത്തിലുള്ള ആടുകൾ സഞ്ചരിക്കാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല. നമ്മുടെ നാട്ടിൽ ഗാന്ധി മുതൽ തൊഴിലുറപ്പ് വരെ നിരോധിക്കപ്പെട്ട ഇന്ത്യൻ ജനാധിപത്യത്തിൽ തന്നെ ഏറ്റവും അപകടപൂർണമായ ഘട്ടത്തിൽ ഇവർ ഗാന്ധി തൊഴിലുറപ്പൊന്നും ഇവരെ ബാധിച്ചിട്ടില്ല. ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പോയ 19 പേരും ഈ പാരടിപ്പാട്ടും പാടി പാർലമെന്റിന് മുമ്പാകെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവോട് എനിക്ക് ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും ഒരു അത്ഭുതവുമില്ല. കാരണം എന്താണ്, ഇദ്ദേഹത്തെക്കാൾ വലിപ്പമേറിയ UDF-ന്റെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ബാക്കി കോൺഗ്രസിൻ്റെ 19 പാർലമെൻറ്റ് മെമ്പർമാരും ഗാന്ധിയുടെ തലവെട്ടി മാറ്റുകയും തൊഴിലുറപ്പിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുതിർന്ന LOP ജർമ്മനിയിൽ BMW-ന്റെ പുറത്തായിരുന്നു. കേരളത്തിൽ നിന്ന് പോയ 19 പേർ ഈ സമയത്ത് പാരടിപ്പാട്ടും പാട്ടി പാർലമെന്റിന് പുറകിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പിന്നെ എന്ത് അനുഭവമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്ന അവരുടെ ഇളം തലമുറക്കാരനായിട്ടുള്ള നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവിന് ഞാൻ പ്രതീക്ഷിക്കുക? എനിക്ക് അക്കാര്യത്തിൽ അതിര് കടന്ന ഒരു പ്രതീക്ഷയും ബഹുമാനിയായ കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചില്ല. പിന്നെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം വളരെ പ്രസക്തമാണ്. അതായത് രാജീവിന് കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാരലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് 1-ാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകിയത് ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര 1ഉം 10ഉം പ്രതികൾക്കും മറ്റും ഉണ്ടായ അന്യായ ലാഭം, ദേവസ്വം ബോർഡിനുണ്ടായ അന്യായ നഷ്ടം, ഇതൊക്കെ നമ്മുടെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, അപ്പോൾ എന്തായാലും കോൺഗ്രസിൻ്റെ പ്രതിനിധി ലോകത്ത് എന്ത് സംഭവിച്ചാലും ഈ പാട്ട് പാടും എന്ന സമീപനമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. നല്ല കാര്യം. പാട്ട് പാടുമ്പോൾ അല്പം വിശാലമായി തന്നെ പാട്ട് പാടണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ടെന്നേ ഉള്ളൂ. കാരണം എന്താണ്, കുപ്രസിദ്ധി ആർജിച്ച് ഈ മോഷണത്തിന് അടിത്തറയും മേൽക്കൂരയും പണിയുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും UPA-യുടെ ചെയർപേഴ്സന്റെ 10 ജൻപതിലെ അന്തപ്പരത്തിനുള്ളിൽ ആരാണ് ഈ അമ്പലക്കള്ളനെ കയറ്റിയത്? പാട്ട് പാടുമ്പോൾ അതുകൂടെ പാടണ്ടേ? 55 പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണമുള്ള Z+ കാറ്റഗറി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒപ്പമുണ്ടായിരുന്ന ലീഡർ എന്ന് കോൺഗ്രസ്സുകാർ അഭിമാനത്തോടു കൂടെ വിളിക്കുന്ന K കരുണാകരൻ ആഴ്ചകൾ പോയി കേരള ഹൗസിൽ കിടന്നുറങ്ങിയിട്ടും അനുവാദത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ലഭിക്കാതെ തിരികെ കേരളത്തിലേക്ക് വിമാനം പിടിച്ച് പോരേണ്ട വന്ന, കരുണാകരന് പോലും പ്രവേശനം ലഭിക്കാതിരുന്ന UPA ചെയർപേഴ്സന്റെ അന്തപ്പുരത്തിനുള്ളിൽ ഈ അമ്പലക്കള്ളനെയും അമ്പലക്കള്ളന്റെ കയ്യിൽ നിന്ന് കട്ട മുതൽ വാങ്ങിയ ഗോവർദ്ധനെയും ആരു കയറ്റി? അതിനെ സംബന്ധിച്ചുകൂടെ പാടണ്ടേ? എങ്ങനെയാണ് ഗോവർദ്ധനും പോറ്റിയും Z+ കാറ്റഗറി സുരക്ഷ എല്ലാം ഭേദിച്ച് UDF-ന്റെ കൺവീനറും പത്തനംതിട്ട MP-യും അടൂർ പ്രകാശും ബഹുമാനിയായ ആന്റണിയും അവരുടെ ഒത്താശയോടെ അവരുടെ ആശീർവാദത്തോടുകൂടെ എങ്ങനെ കരുണാകരന് അനുമതി ലഭിക്കാത്ത കേന്ദ്രത്തിൽ അന്തപ്പുരത്തിൽ പോയി കയറിയിരുന്നു? ആരനുവാദം കൊടുത്തു? ആരു കയറ്റി? കയ്യിൽ കൊടുത്ത ഉപഹാരം എന്താണ്? അത് സ്വർണമായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നോ? UPA ചെയർപേഴ്സന്റെ വലം കയ്യിൽ കെട്ടിക്കൊടുത്തത് ചരടായിരുന്നോ അതോ സ്വർണം കലർന്ന ബ്രേസ്ലെറ്റ് ആയിരുന്നോ? ഇതുകൂടെയൊക്കെ പാടണം. അതേ എനിക്ക് അഭിപ്രായമുള്ളൂ. അതൊക്കെ നമ്മുടെ നാട് കണ്ടതാണ്. പിന്നെ പ്രതിപക്ഷത്തിന്റെ ഈ കാര്യത്തിലെ നിലപാടിനെ സംബന്ധിച്ചോ അങ്ങേക്കറിയാമല്ലോ. ഞാൻ ശില്പിയിലേക്ക് കൂടി പോകണം, അതിനുശേഷം ഞാൻ അബിനിലേക്കും വരാം. ഞാൻ എല്ലാവർക്കും കൃത്യമായ സമയം തന്നെ നൽകുന്നുണ്ട്. ജയ്ക്ക് ഒരൊറ്റ ചോദ്യം മാത്രം. ഇതൊക്കെ ശരി, Z കാറ്റഗറി പ്രൊട്ടക്ഷനിൽ SPGക്ക് വന്നിരിക്കുന്ന പിഴവ്, അതല്ലെങ്കിൽ CRPF ഉദ്യോഗസ്ഥർക്ക് വന്നിരിക്കുന്ന പിഴവ്, അതല്ലെങ്കിൽ ഇവർ കള്ളനാണെന്ന് മനസ്സിലാക്കാൻ അടൂർ പ്രകാശിനോ ആന്റണി കഴിയാതെ പോയത് ഒരു പിഴവ്. പക്ഷേ സർക്കാരിൻ്റെ DIG സാന്നിധ്യത്തിലുള്ള ഒരു ചടങ്ങിൽ ഒരു VIP ആയി തന്നെ, അതായത് നോട്ടീസിലൊന്നും ഇല്ലെങ്കിൽ പോലും പ്രോട്ടോകോൾ ഒന്നും പാലിക്കാതെ നടന്ന ഒരു ചടങ്ങാണെങ്കിൽ പോലും ആ ചടങ്ങിൽ കീ കൈമാറുന്നത് ഈ കാട്ടുകള്ളനാണ്. നമ്മുടെ പോലീസിന് ഇന്റലിജൻസ് സംവിധാനമില്ലേ?
ഇയാൾ ഇങ്ങനെ ഒരു കള്ളനാണ് എന്നുള്ള വിവരം മണത്തറിയാനുള്ള ശേഷി നമ്മുടെ പോലീസ് സേനയ്ക്കില്ലേ? അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയല്ലേ? നമ്മൾ SPGയുടെ വീഴ്ചയെ കുറിച്ച് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇവിടെ താക്കോല് കൈമാറുകയാണ്. യുക്തിസഹമായി കാര്യങ്ങളെ ചിന്തിക്കുന്ന ഒരാൾക്ക് സമീകരിക്കാൻ പറ്റുന്ന ഒരു കേസാണോ അങ്ങ് സൂചിപ്പിച്ചത്? UPA ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രിയേക്കാൾ പദവിയുണ്ട് എന്ന് പല മാധ്യമ പ്രവർത്തകരാരും ആരോപിക്കപ്പെട്ട കാലമാണ്. അവിടെ പ്രധാനമന്ത്രിയോടൊപ്പം അവരെക്കാൾ വലിപ്പത്തിലുള്ള ഇരിക്കുന്ന ആളുടെ അന്തഃപുരത്തിനകത്തേക്കാണ് ഗിഫ്റ്റും ബ്രേസ്ലെറ്റുമായിട്ട് കടന്നു കയറിയത്. അവിടെ പേരിന് പറയാം UPA ചെയർപേഴ്സൺ ഉണ്ട്, പക്ഷേ ഇവിടെ നോക്കൂ, പോലീസിലെ മുഴുവൻ മേലധികാരികളുമുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ സാന്നിധ്യത്തിൽ ഒരു പൊതുചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയല്ല, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ആ ഗൂർഖ ജീപ്പിന്റെ കീ കൊടുക്കുമ്പോൾ അവിടെ വരുന്ന പങ്കെടുക്കുന്ന ആളെ കുറിച്ചൊരു മിനിമം ധാരണ വേണ്ടേ? ഇന്റലിജൻസ് പോലീസിന് കൊടുക്കുകയല്ലേ ആ ഗൂർഖ ജീപ്പ്? പോലീസിന് ജീപ്പ് കൊടുത്തതാരാ? ഒരു കള്ളൻ എന്ന മട്ടിലായില്ലേ കാര്യങ്ങൾ? ഞാൻ ആവർത്തിക്കുന്നു, പോലീസിന് ഗൂർഖ ജീപ്പ് കൈമാറിയത് കള്ളനാണെന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിലും ഇരിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നു ഭീമാകാരമായ മറ്റു പല പശ്ചാത്തലവുമുള്ള കേരളത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ ജുവലറി ഗ്രൂപ്പിന്റെ ചടങ്ങിലാണ് അങ്ങോട്ടേക്ക് മുഖ്യമന്ത്രി താക്കോൽ ഏറ്റുവാങ്ങാൻ വന്നത്. ഒരു സ്വകാര്യ ജുവലറി ഗ്രൂപ്പ്, ഒരു മാധ്യമ സ്ഥാപനം, മറ്റ് ബിസിനസ് ഫേമുകൾ ആരുമാവട്ടെ, അവർ സംഘടിപ്പിക്കുന്ന ഒരു താക്കോൽദാന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി വരുമ്പോൾ ആ സ്വകാര്യ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് അണിഞ്ഞൊരുങ്ങി വരുന്നവന്മാർ കോട്ടിട്ടവരും കോട്ടിടാത്തവരും ഇൻഷർട്ട് ചെയ്തവരും മുണ്ടുടുത്തവരും ഒക്കെ ഉണ്ടാകും. അമ്പലം വിഴുങ്ങി ഇതേ കാര്യം തന്നെയല്ലേ സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളൂ? അതെങ്ങനെയാ? അങ്ങനെയാണോ? അതായത് ഒരു സ്വകാര്യ ഗ്രൂപ്പ് സംഘടിപ്പിച്ച ചടങ്ങാണോ സോണിയാഗാന്ധിയുടെ അന്തഃപുരത്തിനുള്ളിൽ നടന്നത്? 10 ജൻപതിനുള്ളിൽ സ്വകാര്യ ചടങ്ങിന്റെ വേദിയായിരുന്നോ? അങ്ങനെയാണോ അങ്ങിതിനെ സമീകരിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിക്കുന്നത്, യുക്തിവിസകമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സമീകരിക്കാൻ പറ്റുന്നതാണോ? Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരു സ്ഥലത്ത് UPA ചെയർപേഴ്സന്റെ അന്തഃപുരത്തിനുള്ളിലേക്ക് കയറുമ്പോൾ എത്ര പേരുടെ സുരക്ഷാ പരിശോധന വേണം? ആഗമന ഉദ്ദേശം എഴുതണം. അതും സെക്രട്ടേറിയറ്റിന് പുറത്ത് മുറ്റത്ത് ഒരു സ്വകാര്യ ജുവലറി ഗ്രൂപ്പ് സംഘടിപ്പിച്ച താക്കോൽദാന ചടങ്ങിൽ മുഖ്യമന്ത്രി താക്കോലേറ്റ് വാങ്ങാൻ വരുമ്പോൾ അങ്ങയുടെ അഭിപ്രായം എന്താണ്? ആ സ്വകാര്യ ഗ്രൂപ്പിന്റെ ഭാഗമായി വരുന്ന ആളുകൾക്കകത്ത് കോട്ടിട്ടവരും മുണ്ടുടുത്തവരും പാൻറിട്ടവരും ഒക്കെ ഉണ്ടെങ്കിൽ അവന്റെയൊക്കെ ചരിത്രം പരിശോധിച്ചിട്ട് ആ താക്കോൽ കൊടുത്തത് ആ ഭീമാകാരമായ ജുവലറി എന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന ജുവലറി ഉടമയല്ല, ഇയാളാണ് കൊടുക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആരുടെ കയ്യിൽ നിന്നാണ് പോലീസിന് വേണ്ടിയിട്ട് ആ താക്കോൽ ഏറ്റുവാങ്ങുന്നത്? ആ വ്യക്തിയെക്കുറിച്ച് പോലീസ് ഒന്ന് അന്വേഷിക്കണ്ടേ? ചുരുങ്ങിയ പക്ഷം ഇയാളാണോ കൊടുക്കുന്നത്? ഇയാൾ ആരാണെന്ന് അന്വേഷിക്കാനുള്ള ഇന്റലിജൻസ് സംവിധാനമല്ലേ? സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? അതിലൊരു പാളിച്ച പറ്റിയില്ലേ? അതാണ് എൻ്റെ ചോദ്യം. അത് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് സ്വകാര്യമായിട്ട് ചരടി കിട്ടി കൊടുത്തതല്ല. അത് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. കോൺഗ്രസിന്റെ തന്നെ പ്രതിനിധി പറഞ്ഞത് രോഗശയിലായിരുന്ന ഘട്ടത്തിൽ പ്രസാദം കൊടുക്കാൻ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Debate with Dr. Arun Kumar.